ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഫിഷ് നിർവ്വാണയുടെ റെസിപ്പിയാണ്. പലർക്കും പല അഭിപ്രായമാണ് ഫിഷ് നിർവ്വാണയെ പറ്റി. ചിലർക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള ചില ചില്ലറ വ്യത്യാസങ്ങളൊക്കെ വരുത്തി തയ്യാറാക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വെറുതെ പറയല്ല, അപ്പം, ഇടിയപ്പം, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ വളരെ നല്ല ടേസ്റ്റ്, നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഫിഷ് നിർവ്വാണ. 250 ഗ്രാം മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരച്ച് പുരട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചെറിയൊരു മുറി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമ്മുടെ ഈ മീനിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ. ഫിഷ് നിർവ്വാണ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നത് പോലെ അധികം മുള്ളില്ലാത്ത ഒരിച്ചിരി ദശക്കട്ടിയുള്ള മീൻ എടുക്കുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ കരിമീനോ അല്ലെങ്കിൽ ആവോലിയോ അതുപോലുള്ള ഏതെങ്കിലും മീനാണ് കൂടുതൽ നല്ലത്. ഞാൻ എടുത്തിരിക്കുന്ന 3 പീസും കൂടി ഒരു 250 ഗ്രാമേ ഉള്ളൂ കേട്ടോ. 200-നും 250 ഗ്രാമിനും ഇടയ്ക്കായിട്ടേ ഉള്ളൂ. പിന്നെ പറയാൻ മറന്നുപോയി, ക്യാമറയിൽ വരാഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാനും മറന്നുപോയത്. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഉണ്ടായിരുന്നു ഈ അരപ്പിനകത്തെ. അത് ക്യാമറയിൽ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മീൻ പീസസൊക്കെ ഒട്ടും ഉളുമ്പ് മണമൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ഉപ്പും വിനാഗിരിയും ഇട്ട് കഴുകിയിട്ട് വേണം മാരിനേറ്റ് ചെയ്ത് വെക്കാനേ. ഇപ്പോൾ ദേ 3 അരപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കരുത്. ഒരു 1/4 ഭാഗം ഫ്രൈ ആക്കി എടുക്കുകയേ ചെയ്യാവുള്ളൂ. അരപ്പൊക്കെ അങ്ങ് നമ്മൾ ആ മീനിൽ പുരട്ടിക്കൊടുത്ത അരപ്പും ആ പാനിൽ ബാക്കി വരുന്ന ആ ഒരു അരപ്പുമൊക്കെ വെള്ളതങ്ങ് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. 3 ദിവസം മുമ്പ് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. നിങ്ങൾക്ക് ഈസ്റ്ററിനൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ബേക്കിംഗ് സോഡ, ഈസ്റ്റ്, ഈനോ, കപ്പി കാച്ചൽ ഇതൊന്നുമില്ലാതെ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണേ. ഇനി നല്ലൊരു പുഡിംഗ് റെസിപ്പിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഹൈപ്പ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുതേ. ഇപ്പം നമ്മുടെ 3 പീസും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ അരപ്പ് ബാക്കി വന്നതൊക്കെ എടുത്ത് ഒന്നുകൂടെ ആ മീനിലോട്ടൊക്കെ ഒന്നുകൂടെ തേച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പം ഞാൻ നല്ലൊരു മീൻ വെക്കുന്ന ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. മീൻ വറുത്തതും വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് നുറുക്കിയ തേങ്ങയുടെ കഷ്ണങ്ങളിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. അത് പച്ചയായിട്ടിട്ടാലും കുഴപ്പമില്ല, പക്ഷേ വറുത്തിട്ടിടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ആ വറുത്ത തേങ്ങയുടെ കഷ്ണങ്ങൾ മാറ്റിയിട്ട് അതിൽ നിന്ന് ഒരു പകുതി എണ്ണയും കൂടി ഒന്ന് മാറ്റി വെക്കണേ, ആ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ. എന്നിട്ട് ഒരിച്ചിരി വലിപ്പമുള്ള ഒരു വാഴയില വെച്ചിട്ട് നമ്മൾ അതിനകത്തുനിന്ന് മാറ്റിയ പകുതി എണ്ണയുണ്ടല്ലോ, അത് ഈ വാഴയിലയിലോട്ട് ഒന്ന് ഇട്ടിട്ട് ആദ്യം നമുക്ക് ചേർക്കേണ്ടത് ഒരു 1-2 തണ്ട് കറിവേപ്പിലയാണ്. പിന്നെ ചെയ്യാനുള്ളത് ആ കറിവേപ്പിലയുടെ മുകളിലോട്ട് വറുത്ത ഓരോ മീനിൻ്റെ പീസസായിട്ട് നിരത്തി വെക്കണേ. അതുപോലെ കൂടുതൽ മീൻ പീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട് വെക്കണം. എന്നിട്ട് പക്ഷേ അപ്പം തേങ്ങാപ്പാലും അതിനനുസരിച്ച് കൂടുതൽ വേണേ. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് ഏതാണ്ട് 3 കപ്പ് ഫ്രഷായിട്ട് ചിരകിയ തേങ്ങയെടുത്ത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടെടുത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 3-4 മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി അല്ലി വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത്രയും മാങ്ങയേ ഉള്ളൂ കേട്ടോ. മാങ്ങയുടെ പുളി കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു 3 പച്ചമുളകും ഇച്ചിരി വലുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിലേക്കാട്ടിലും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം, നമ്മൾ മീൻ ഷാലോ ഫ്രൈ ചെയ്തതിൻ്റെ വളരെ കുറച്ച് എണ്ണയുള്ളായിരുന്നു. ആ എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആ ബാക്കി വന്ന അരപ്പുണ്ടല്ലോ, ഒരു 1/4 ഭാഗം മൂപ്പായിരുന്ന ആ ഒരു അരപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഫിഷ് നിർവ്വാണയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്തത് ഉപ്പും നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിരുന്നതുമാണ്. പിന്നെ വേറെ ഒരു വാഴയിലയും കൊണ്ട് മൂടിയിട്ട് പാകമായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ഫ്ലേവർ എല്ലാം ഈ തേങ്ങാപ്പാലിലോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്